ഇത് നമ്മൾ ഇതുപോലെയുള്ള 2-3 കമ്പുകൾ തൊലി കളഞ്ഞ് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറേ പീസുകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളെടുത്തത് തേക്കിൻ്റെ കമ്പുകളാണ്. ഇത് നമുക്ക് ഏത് മരവും എടുക്കാം, ഉറപ്പുള്ള ഏത് മരവും, നമുക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു ഏത് മരത്തിൻ്റെ കമ്പും നമുക്ക് എടുക്കാം. ഇതപ്പോൾ ഇതേപോലെ കുറേ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് ടിന്ന്. ഇത് നമുക്ക് മസാലക്കടകളിൽ നിന്നൊക്കെ വെറുതെ കിട്ടുന്ന ടിന്നാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വായു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ മരത്തിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ കമ്പിൻ്റെ പീസുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിക്കാം. ആദ്യ പീസ് നമ്മളിതാ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ആദ്യ പീസ് നമ്മൾ കറക്റ്റ്, അതായത് നമ്മുടെ ടിന്നിൻ്റെ അടിഭാഗം വരുന്നതിൻ്റെ കറക്റ്റ് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പീസ് നമ്മൾ കുറച്ച് താഴോട്ട്, അതായത് ടിന്നിനെക്കാട്ടിലും കുറച്ച് താഴോട്ട് താഴ്ത്തിയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. 1 ഇഞ്ച് താഴോട്ട് താഴ്ത്തിയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതേപോലെ കണ്ടില്ലേ? ഇതേപോലെയാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കുന്നത്. ഇതേ പാറ്റേണിൽ ഒന്ന് കറക്റ്റ് വെക്കുമ്പോൾ ഒന്ന് കുറച്ച് താഴ്ത്തി ഇതേ ലെവലിൽ നമ്മൾ വെക്കുന്നുണ്ട്. ഈ പെട്ടി നമ്മൾ വെച്ചത് നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തേക്ക് വെക്കുന്ന കമ്പ് നമുക്ക് ഒരേ ലെവലിലെല്ലാം ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പെട്ടി വെച്ചത്. അപ്പോൾ ഒരു വരി മുഴുവനായിട്ട് നമ്മൾ അതേപോലെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വരി ഒട്ടിക്കാം. 2 വരിയാണ് നമുക്കിതിന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ കമ്പിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 വരിയോ 3 വരിയോ ഒക്കെ എന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിത് 10 സെൻറ്റിമീറ്ററിലാണ് മുറിച്ചത്. അപ്പോൾ 2 വരിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ബോട്ടിലിന് ചുറ്റും നമ്മൾ മുഴുവൻ കമ്പുകളും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഫെവിക്കോള് ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്യാപ്പിലൊക്കെ. അപ്പോൾ നമുക്ക് ഇത് പിന്നെ തീരെ ഫെവിക്കോള് പിന്നെ സെറ്റാവുന്നതോടുകൂടി തീരെ അടർന്നു പോരുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഫെവിക്കോൾ കൊടുക്കുന്നത്. ഫെവിക്കോൾ നിർബന്ധമല്ല. ഫെവിക്കോൾ ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ വാർണിഷ് അടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളർ കൂടുതലുള്ള വാർണിഷാണ് നമ്മൾ അടിക്കുന്നത്. വാർണിഷിന് പകരം സ്ലീക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വാർണിഷ് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലൊരു ചെടി വെക്കുകയാണ്. ഇൻഡോർ പോട്ടായിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡോറിൽ വളരുന്ന എന്തെങ്കിലും ചെടിയൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. ഈ പോട്ടിന് നമ്മൾ ഡ്രെയിനേജ് ഹോൾസ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇൻഡോറിൽ വെക്കുന്നതാണ്, വല്ലപ്പോഴും നനച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഇൻഡോർ പോട്ട്. പക്ഷെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുക. പക്ഷേ സാധനം നമ്മൾ അടിപൊളിയാണ്, കിടിലെ സാധനമാണ്. നമുക്ക് വീടിനകത്തൊക്കെ അതിമനോഹരമായിട്ട് നമുക്ക് എവിടെയും വെക്കാൻ കഴിയും. ഇൻഡോർ പോട്ടുകളൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ പോട്ടും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, ലൈക്ക് തരിക, കമൻറ്റ് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.